ഒരു ബന്ധം വേർപെട്ടു പോകുക എന്നത് വേദനാജനകമാണ്. പ്രത്യേകിച്ച് ഒരു ദീർഘകാല ബന്ധം. ഒരു സ്ത്രീക്ക് പുരുഷനുമായി തുടരുന്ന ബന്ധത്തിൽ താൽപ്പര്യം നഷ്ടപ്പെട്ടാൽ പലപ്പോഴും ആ ബന്ധം അവസാനിപ്പിക്കാൻ അവളായിരിക്കില്ല മുൻകൈ എടുക്കുന്നത്. പക്ഷേ അവൾ അങ്ങനെയൊരു തീരുമാനമെടുത്താൽ അവൾ അത് പറയുന്നതിന് മുൻപ് നിങ്ങൾക്ക് ചില സൂചനകൾ തരും. പരസ്പര ബന്ധം താളം തെറ്റുന്നതായി നിങ്ങൾക്ക് സംശയം തോന്നിയാൽ വളരെ അടുത്തുനിന്ന് അതിനെ നോക്കാൻ ശ്രമിക്കുക. അവൾ നിങ്ങളെ ഉപേക്ഷിക്കാൻ പോകുന്നു എന്നതിൻ്റെ 6 സൂചനകൾ ഇനി പറയുന്നു. നമ്പർ 1. അമിതവും അവിശ്വസനീയവുമായ തിരക്ക് അഭിനയിക്കൽ. ഇത് ബ്രേക്കപ്പിന്റെ എക്കാലത്തെയും ക്ലാസിക് ഉദാഹരണമാണ്. നിങ്ങൾ വിളിക്കുമ്പോൾ ഫോണെടുക്കാനോ മെസ്സേജിന് റീപ്ലൈ അയക്കാനോ നിങ്ങളോട് സംസാരിക്കാനോ നിങ്ങളെ കാണാനോ അവൾക്ക് സമയമുണ്ടാകില്ല. ഇത് ഏതാനും ദിവസത്തെ കാര്യം മാത്രമല്ല, ദിവസം കഴിയുന്തോറും തിരക്ക് കൂടിക്കൂടി വരുന്നു. ഇത് ഒരു സൂചനയാണ്. നമ്പർ 2. സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവണത. നിങ്ങൾക്ക് അവളോട് സംസാരിക്കാൻ അവസരം കിട്ടി എന്നിരിക്കട്ടെ. നിങ്ങൾ അവളോട് സംസാരിക്കുമ്പോൾ അവൾ ചുറ്റും നോക്കുന്നു. മറ്റാരെങ്കിലും വന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ എന്ന അർത്ഥത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലക്ഷ്യമായി നോക്കുന്നു. വിഷയത്തിൽ നിന്ന് തെന്നിമാറുന്നു. നമ്പർ 3. രഹസ്യങ്ങൾ മറച്ചുവയ്ക്കുന്നു. അവൾ എവിടെയായിരുന്നു എന്ന് നിങ്ങളോട് പറയാൻ താൽപ്പര്യമില്ല. ആരായിരുന്നു ഫോണിൽ എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം ലഭിക്കില്ല. നമ്പർ 4. സ്ത്രീകൾ അവരിഷ്ടപ്പെടുന്നവരോട് ഒരുപാട് സംസാരിക്കുന്നവരാണ്. അവൾ സംസാരത്തിനിടെ നിങ്ങളോട് ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ അവൾ അതെ, അല്ല എന്നിങ്ങനെ ഒറ്റവാക്കിൽ മാത്രം ഉത്തരം പറയുന്നെങ്കിൽ അവൾക്ക് മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ല എന്നതിൻ്റെ സൂചനയാണ്. നമ്പർ 5. ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്കെതിരെ അവൾ അമിതമായ വാദങ്ങൾ ഉയർത്തുകയാണെങ്കിൽ അതും ഒരു സൂചനയാണ്. നമ്പർ 6. അവൾ മറ്റുള്ളവരുടെ ബ്രേക്കപ്പുകളെക്കുറിച്ച് വളരെ പോസിറ്റീവ് ആയി സംസാരിക്കുന്നു. അവളുടെ സുഹൃത്തിന് ബ്രേക്കപ്പിന് ശേഷം നല്ല ബന്ധം കിട്ടിയതിനെക്കുറിച്ചും സന്തോഷകരമായ ജീവിതം നയിക്കുന്നതിനെക്കുറിച്ചും പറയുന്നു. ശ്രദ്ധിക്കുക, ഈ പറഞ്ഞതെല്ലാം അനുമാനങ്ങൾ മാത്രമാണ്. മനുഷ്യ മനസ്സ് സങ്കീർണമാണ്. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുക. സഹായത്തിനായി ഒരു കൗൺസിലിംഗ് വിദഗ്ധനെ സമീപിക്കുക.